നീ എത്ര വലുതാണോ അതുപോലെ തന്നെ വലുത് എനിക്ക് മുതലാളി. അദ്ദേഹത്തെ എന്റെ ദൈവത്തെ പോലെ ഞാൻ കരുതുന്നത്. അത് ശരിയാച്ച, അവരൊക്കെ ദൈവങ്ങൾ തന്നെയാ. ദൈവം ഭക്തന് വരം കൊടുക്കുന്നതിന് പകരം ആ ദൈവം തന്നെ ഇങ്ങോട്ട് വന്ന് ഭക്തനോട് വരം ചോദിക്കാന്ന് പറഞ്ഞു. അത് ശരിയല്ല അച്ഛാ, അത് ഞാൻ സമ്മതിക്കില്ല. വെറുതെ വാശി പിടിക്കില്ല തൃശൂൽ. നിനക്കിതുകൊണ്ട് നല്ലത് മാത്രമേ വരൂ. നല്ലതായാലും മോശമായാലും എനിക്കതൊന്നും അറിയണ്ട അച്ഛാ. നിങ്ങൾക്ക് ചിലപ്പോ എന്നെ വേണ്ടായിരിക്കും, പക്ഷെ എനിക്ക് നിങ്ങളെ വേണം, എന്റെ അമ്മയെ വേണം. അതുകൊണ്ട് ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. തൃശൂൽ, നീ ഇത് സമ്മതിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ മുതലാളി ആകെ വിഷമത്തിലാവും. അദ്ദേഹം തന്നെ നേരിട്ട് ചോദിച്ചതല്ലേ. എന്നെ കൊണ്ടതാവില്ല എങ്കിൽ അതെന്റെ ഏറ്റവും വലിയ പരാജയം മാറും. മുതലാളി എന്ത് ജോലി പറഞ്ഞാലും അത് ചെയ്യുന്നവനല്ലേ നീ. അദ്ദേഹത്തെ വല്ലാതെ നീ ബഹുമാനിക്കുന്നുണ്ട്. ഇതും നീ ഒരു ജോലിയെന്ന് കരുതിയാൽ മതി. അവർക്ക് എന്ത് വേണമെങ്കിലും ഞാൻ എപ്പോഴും ചെയ്തു കൊടുക്കാറില്ലേ. എന്റെ ജീവൻ കൊടുക്കാൻ റെഡിയാണ് ഞാൻ. പക്ഷെ ഇക്കാര്യം മാത്രം നടക്കില്ല. നോക്ക്, എന്നായിരുന്നാലും ഞാൻ നിങ്ങളുടെ മാത്രം മോനാ. നിങ്ങളാണ് എന്റെ അച്ഛനും അമ്മയും. ദൈവത്തെ ഓർത്ത് തന്നെ ഫോഴ്സ് ചെയ്യാൻ നിൽക്കല്ലേ. തൃശൂൽ, ഈശ്വര, എന്തിനാ ഈ ജീവിതത്തിൽ ഇനിയും ഇതുപോലുള്ള പരീക്ഷണങ്ങൾ വരുന്നേ? അച്ഛനും അമ്മയും ഉണ്ടായിട്ടും ഞാൻ മറ്റൊരു വീട്ടിലേക്ക് ദത്തുപുത്രനായിട്ട് പോവാന്ന് പറഞ്ഞ എന്താ അർത്ഥം? എനിക്കത് കേൾക്കുമ്പോൾ തന്നെ കഷ്ടം തോന്നുക. എങ്ങനെ സമ്മതിക്കാനാ ഞാൻ? മുതലാളി അങ്ങനെ ചോദിച്ചപ്പോ അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് വേണ്ടാന്ന് പറയായിരുന്നു. പക്ഷെ അച്ഛനും അമ്മയും സമ്മതിച്ചില്ലേ. ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? എനിക്ക് ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. തൃശൂൽ, എന്താ അവിടെ നിന്നും പറയാതെ പോന്നേ? ആ ചോദ്യങ്ങൾക്ക് എന്റെ കയ്യിൽ ഉത്തരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇറങ്ങിപ്പോന്നു. അതെന്തിനാ? നിനക്കത് ഇഷ്ടായില്ലേ? എങ്ങനെ ഇഷ്ടാവുന്ന? സാധ്യമാവാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ സമ്മതിക്കാൻ കഷ്ടമാ, ഉത്തരം കൊടുക്കാനും കഷ്ടമാ. അതെന്തിനാ തൃശൂൽ? എന്തിനാണെന്ന് ചോദിച്ചാ, സ്വന്തം അച്ഛനും അമ്മയും ഉണ്ടായിട്ടും ഞാൻ ഒരു ദത്തുപുത്രനാണെന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാ സാധിക്കുക? പക്ഷെ നിന്റെ അച്ഛനും അമ്മയും അതിന് സമ്മതിച്ചതല്ലേ? അവര് സമ്മതിച്ചത് മുതലാളിയോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ടാണ്. അപ്പൊ നിനക്ക് സ്നേഹവും ബഹുമാനവും ഒന്നുമില്ലേ? ഉണ്ട്, പക്ഷെ ഇക്കാര്യത്തിലില്ല. അതെന്തുകൊണ്ടാണെന്നാ ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്നേ. ഈ ജീവിതത്തിൽ ആ വീടൊരു അമ്പലമാണ്. മുതലാളി അവിടുത്തെ ദൈവവും. ഞാൻ ഇതുവരെ അവിടുത്തെ ഒരു ഭക്തനായി അവരെ സ്നേഹിച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പൊ ഒരു ദൈവമായി മാറാന്ന് പറഞ്ഞ തെറ്റല്ലേ അത്? തൃശൂൽ, അങ്ങനെയൊക്കെ നീ ചിന്തിക്കുന്നതുകൊണ്ടാണ് പ്രശ്നം. പക്ഷെ അങ്കിള് നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയോ നിനക്ക്? ആ സ്നേഹം അവിടെ മുതലാളിക്ക് മാത്രമേ എന്നോടുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ എന്നെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല. ഞാനിവിടെ വലിഞ്ഞു കയറി വന്ന പോലെ ചിന്തിക്കുന്നത്. എന്നാ ഇപ്പോ അങ്കിള് പറയുന്നത് നീ സമ്മതിച്ച ആ വീട്ടിലൊരാളായി മാറില്ലേ നീ? അപ്പ ആ വീട്ടിലുള്ള എല്ലാരും നിന്നെ സ്നേഹിക്കാനും തുടങ്ങും. ഇല്ല ശിവാനി, എനിക്കതിന് പറ്റും തോന്നുന്നില്ല. ഇത്രയുള്ളൂ നിനക്ക് നിന്റെ മുതലാളിയോടുള്ള സ്നേഹം. അദ്ദേഹം ഇതുവരെ നിന്നോട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ ആദ്യമായിട്ട് ഇത് മാത്രല്ലേ ചോദിച്ചുള്ളൂ നിന്നോട്. അത് പറ്റില്ല എന്ന് പറയുന്നത് ശരിയാണോ? അല്ല ശിവാനി, അത് നിന്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് തൃശൂൽ. പക്ഷെ നിന്നെക്കാളും കൂടുതൽ സങ്കടപ്പെടേണ്ടത് നിന്റെ അച്ഛനും അമ്മയാ. എന്നിട്ടും അവരെന്തിനാ ഇതിന് സമ്മതിച്ചേ പറ? നിന്റെ ജീവിതം സന്തോഷകരമാക്കാൻ നിന്റെ അച്ഛനും അമ്മയും എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയോ നിനക്ക്? നിന്റെ അച്ഛനാണെങ്കിൽ എന്റെ മകൻ അങ്ങനെയാ, എന്റെ മകൻ ഇങ്ങനെയാന്ന് പറഞ്ഞ് എപ്പോഴും പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു മകനായിട്ട് ആ ഒരു വാക്കിന് വില കൊടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിന് വിഷമാവില്ലേ? എന്തായാലും അവര് നിന്നെ ദത്തെടുക്കാന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. നിന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് നിന്നും അകറ്റാന്നൊന്നും പറഞ്ഞില്ലല്ലോ. അടുത്തടുത്ത് തന്നെയല്ലേ? നീ ഏത് വീട്ടിലിരുന്നാലും ഒരുപോലെ തന്നെയല്ലേ? രണ്ട് വീട്ടിലുള്ളവരും നിന്റെ സ്വന്തക്കാര് തന്നെയല്ലേ? തൃശൂൽ, എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ലോകത്തിലുള്ള എത്രയോ പേര് അച്ഛന്റെ അമ്മയുടെ സ്നേഹം കിട്ടാൻ വേണ്ടി കൊതിക്കുന്നുണ്ട്.
പക്ഷെ നിന്റെ കാര്യത്തിലോ നിനക്ക് 2 മാതാപിതാക്കളുടെ സ്നേഹം കിട്ടാൻ പോവല്ലേ. അത് നീ തട്ടിക്കളയരുത്. ബന്ധങ്ങളെ നഷ്ടപ്പെടുത്താൻ വളരെ എളുപ്പമാണ്, പക്ഷെ അത് കോർത്തിണക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. നിന്റെ മുന്നിൽ ഇനി 2 വഴികളാണുള്ളത്. ഒന്ന്, നിന്റെ ആഗ്രഹം പോലെ ഇപ്പോഴത്തെ ജീവിതം. രണ്ടാമത്തേത്, നിന്റെ അച്ഛന്റെ അമ്മയുടെ സന്തോഷത്തിനായി അങ്കിള് പറഞ്ഞതുപോലെയുള്ളൊരു ജീവിതം. ഒന്നിൽ നിന്റെ സന്തോഷം മാത്രമാണ് വരിക, പക്ഷെ രണ്ടാമത്തേതില് എല്ലാവർക്കും സന്തോഷാവും തൃശൂൽ. ആ വീട്ടിലേക്ക് ചെന്ന് അവിടുത്തെ മകനായി മാറി അവരുടെ അന്തസ്സ് സംരക്ഷിക്കേണ്ട കർത്തവ്യം നിനക്കാണ് തൃശൂൽ. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം പോലെ. ശരിയായി ആലോചിച്ചിട്ട് നല്ലൊരു തീരുമാനം എടുക്ക. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? മനസ്സിൽ തോന്നുന്നതൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ തലയും കുറിച്ച് നിന്നാ മതിയല്ലോ. ദിഗ്വിജയ, തൃശൂലൻ ഇതൊന്നും ഇഷ്ടമല്ലെന്നാ തോന്നുന്നേ. നിന്റെ ഈ തീരുമാനം മാറ്റിയേക്ക് മോനെ. ഡാഡി എന്തോ ഒന്നും മിണ്ടാതിരിക്കുന്നേ? പ്ലീസ് ഡാഡി. ഡാഡി എന്തിനാ ഇങ്ങനെ അപ്സെറ്റ് ആവുന്നേ? തൃശ്ശൂര് പോയാലെന്താ? ഡാഡിക്ക് മകനായിട്ട് ഞാനില്ലേ? എല്ലാവരും ഞാൻ സന്തോഷമായിട്ട് നോക്കിക്കോളാം. ഒരു കുഴപ്പം ഞാൻ ഉണ്ടാക്കാനും പോകുന്നില്ല. നീ എല്ലാം ചെയ്യുമായിരിക്കും ത്രിവിക്രം, പക്ഷേ തൃശൂലിനെയും എനിക്ക് വേണം. അവനാണ് എന്റെ യഥാർത്ഥ മകൻ. മനസ്സിൽ വിചാരിച്ചൊക്കെ മറന്നേക്ക് ഡാഡി. ആ തൃശ്ശൂരിന് നമ്മളോട് സ്നേഹമൊന്നുമില്ല. സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പുറത്തുള്ള ആൾക്കാർ ഇങ്ങനെ വിശ്വസിക്കരുത്. അവസാനം വരെ നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഡാഡി. എല്ലാവരും ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം ഡാഡി. പ്ലീസ് ഡാഡി. നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം. നിങ്ങളുടെ കൂടെ തന്നെ തൃശൂലും ഉണ്ടാവണം. എന്താ അളിയെ പറയുന്നേ? ആ സമയം മുതൽ അവന്റെ പേരാണല്ലോ ജപിച്ചോണ്ടിരിക്കുന്നത്. അവനാണെങ്കിൽ വാക്കിന് വില കൽപ്പിക്കാതെ ഇറങ്ങി പോവുകയും ചെയ്തു. ഞാൻ പറയാറില്ലേ, ജോലിക്കാരെ സ്ഥാനത്തെ കാണാവൂന്ന്. അധിക സ്വാതന്ത്ര്യം കൊടുത്താലേ തലേ കയറി നിരങ്ങുന്ന്. ഇപ്പൊ അനുഭവിക്കല്ലേ? എന്തിനാ ഗോവിന്ദനെ പേടിപ്പിക്കുന്നേ? അമ്മൻ ചോദിച്ചില്ല എന്താ ഒരു തെറ്റ്? തൃശ്ശൂരിൽ നിങ്ങളെ വാക്ക് ധിക്കരിച്ചിട്ട് ഇറങ്ങിപ്പോയതല്ലേ, എന്നിട്ടിപ്പോ അവനെ പുകഴ്ത്തുന്നു. ഡാഡി, അവർക്ക് ആവശ്യമുള്ളപ്പോ മാത്രമേ അവർ ഇങ്ങോട്ട് വരുള്ളൂ. നമ്മുടെ ഒരു കാര്യത്തിന് ഒരാളുടെ നിഴൽ പോലും ഉണ്ടാവില്ല. ഡാഡി, ദത്തെടുക്കാനുള്ള തീരുമാനമൊക്കെ വിട്ടേക്ക്. നമ്മുടെ സ്വൈര്യം നോക്കി നമുക്ക് കഴിയാം. അതെ ഡാഡി, തൃശ്ശൂര് വരില്ല. ഞാനിതാ വന്നല്ലോ. തൃശൂൽ, മുതലാളി എന്നോട് ദയവ് ചെയ്ത് ക്ഷമിക്കണം. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് അറിയാതെ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. പക്ഷെ ഇപ്പോഴെനിക്കെല്ലാം മനസ്സിലായി. മുതലാളിയുടെ തീരുമാനത്തിന് എനിക്ക് സമ്മതം. അത് തന്നെ ആഗ്രഹിച്ചാലും ഞാനത് നിറവേറ്റി തന്നിരിക്കും. ഇത്രയും വർഷം അച്ഛനും അത് തന്നെയല്ലേ ചെയ്തു പോന്നെ. അത് തന്നെ ഞാനും തുടർന്നോളാം. ഞാനവിടുത്തെ
ആയിട്ടിരിക്കണം. അത്രയല്ലേ ഉള്ളൂ. നീ എന്റെ മകനുമാകാമെന്ന് സമ്മതിച്ചില്ലേ? അത് മാത്രം മതി എനിക്ക്. വാ. നാളെ രാവിലെ തന്നെ ദത്തെടുക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. തിരുമേനിയോട് വരാൻ പറയണം. മറ്റു കാര്യങ്ങൾ ഏർപ്പാട് ചെയ്യണം. വാടാ. അവൻ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്നിരിക്കുക. എന്റെ സ്ഥാനത്തേക്ക് ആരും വരാൻ പാടില്ല. ആ സ്ഥാനത്തേക്ക് ആര് വരരുതെന്ന് ആഗ്രഹിച്ചോ, അവൻ തന്നെ ആ സ്ഥാനത്തേക്ക് പെർമനന്റ് ആയിട്ട് വന്നിരിക്കുക. അതും എന്റെ ലെവലിലേക്ക് തന്നെ. അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അവനെ ഞാൻ ഒരിക്കലും വെറുതെ വിടാൻ പോകുന്നില്ല. ത്രിവിക്രം, എന്താ? ഞാൻ വെറുതെ വിടില്ല, ഒരു കാരണവശാലും വെറുതെ ഇരിക്കില്ല എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ടല്ലോ. എന്തു പറ്റി ത്രിവിക്രം? ആരെക്കുറിച്ചാ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഇവളെല്ലാം കേട്ടോണ്ടിരിക്കായിരുന്നോ? ടെൻഷനിൽ ഞാൻ എന്തൊക്കെയാ പറഞ്ഞെന്ന് ഓർമ്മയില്ലല്ലോ. ത്രിവിക്രം, എന്താ ഒന്നും മിണ്ടാത്തേ? എന്താ പറ്റിയേ? അത് എന്താ ഇപ്പൊ പറയാ, ഒന്നും കിട്ടുന്നില്ല. എന്താന്ന്? ഒന്നും പറയാതെ ഇങ്ങനെ മനസ്സിൽ വെച്ച് എന്തോ ചിന്തിച്ചോണ്ടിരിക്കാൻ തോന്നല്ലോ. എന്താ കാര്യം ത്രിവിക്രം? ഒന്നുമില്ല. വീട്ടില് ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, അതിനെപ്പറ്റി ഒന്ന് ഓർത്തതാ. അത്രേ ഉള്ളോ? നിനക്കിപ്പോ ഒരുപാട് സന്തോഷമായിട്ടുണ്ടാവും അല്ലേ ത്രിവിക്രം, തൃശ്ശൂര് വീട്ടിലേക്ക് വന്നോണ്ട്? നീയും തൃശ്ശൂരും ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? ചെറുപ്പം മുതലേ ഒരുമിച്ച് വളർന്നവരല്ലേ? ഇപ്പൊ ഒരുമിച്ച് ഒരു വീട്ടില്, അത് സഹോദരങ്ങളെ പോലെ. എനിക്ക് എന്ത് സന്തോഷമായിന്നറിയോ ത്രിവിക്രം? നിനക്ക് സന്തോഷായല്ലേ? ഞാൻ അവനെ എങ്ങനെ കൊല്ലുന്ന് പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. സത്യം പറഞ്ഞ നിങ്ങൾ രണ്ടുപേരും ഇരട്ടകളായിട്ട് ജനിക്കേണ്ടതായിരുന്നു. വേറെ വേറെ ആയിട്ട് ജനിച്ചു. എന്നാലും കുഴപ്പമില്ല ത്രിവിക്രം, ഇപ്പൊ നിങ്ങൾ സഹോദരങ്ങളായില്ലേ? കുഞ്ഞിലെ എനിക്ക് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നല്ലോ. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അന്നേ തീർത്ത് കളഞ്ഞാനെ. അതവന്റെ ഭാഗ്യമായിട്ട് കൂട്ടിയാ മതി. ഈ കാര്യങ്ങളൊക്കെ ആ സ്ത്രീ ഇപ്പോഴല്ലേ പറയുന്നേ. എന്താ ഒന്നും മിണ്ടാത്തെ? നിനക്ക് സന്തോഷം തോന്നില്ലേ? ആക്ച്വലി നിങ്ങൾ എല്ലാവരെക്കാളും കൂടുതൽ സന്തോഷം എനിക്കല്ലേ. അതുകൊണ്ട് എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. എന്താന്നറിയില്ല, സന്തോഷം കൊണ്ട് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അതന്നെ ഇപ്പോഴത്തെ അവസ്ഥ. ഈ സന്തോഷം എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാവട്ടെ ത്രിവിക്രം. നിങ്ങൾ രണ്ടുപേരും തന്നെ എപ്പോഴും സന്തോഷത്തോടെ സുഖമായിട്ട് ജീവിക്കും. അതങ്ങനെ ആയിരിക്കും എനിക്ക് വിശ്വാസമുണ്ട്. തീർച്ചയായും അങ്ങനെ സംഭവിക്കും. അമ്മേ, എന്താ ഇതൊക്കെ? ആ തൃശ്ശൂലിനെ ഈ വീട്ടിലേക്ക് ദത്തെടുക്കുന്നെന്ന് പറഞ്ഞ എനിക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റണില്ല. അമ്മയ്ക്കൊന്ന് ഡാഡിയോട് പറഞ്ഞൂടെ? ഞാൻ പറഞ്ഞ ഇവിടെ ആര് കേൾക്കാനാ? ഓ അളിയ, നീ പറഞ്ഞാലും കേൾക്കില്ല, ഇവിടെ വേറെ ആര് പറഞ്ഞാലും കേൾക്കില്ല. അവസാനം ഈ വീടിന്റെ അസ്ഥിഭാരം വരെ എല്ലാരും കൂടി തോണ്ടിയെടുക്കും. ഗോവിന്ദ, നോക്ക്, വല്ലപ്പോഴും ഒക്കെ നാക്കെടുത്ത് നല്ല കാര്യങ്ങൾ സംസാരിക്കും. എന്റെ മകൻ ദിഗ്വിജയൻ എന്തെങ്കിലും തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് നല്ലവണ്ണം ആലോചിച്ചിട്ടോ 1000 തവണ ആലോചിച്ചിട്ടോ ആയിരിക്കും. അതുകൊണ്ട് ഇതുവരെ എല്ലാം നല്ലതേ ഉണ്ടായിട്ടുള്ളൂ, ഇനിയും നല്ലതേ ഉണ്ടാവുള്ളൂ. എന്താ വീട്ടു ജോലിക്കാരനെ വിളിച്ച് വീട്ടിൽ കയറ്റിയ വീടങ്ങ് ഒരുപാട് നന്നാവുന്ന, ഐശ്വര്യം കുമിഞ്ഞു കൂടുന്ന? ഒന്ന് ചുമ്മാ ഇരിക്കമേ. അത് നടക്കോ ഇല്ലയൊന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എന്റെ മകന്റെ ആഗ്രഹം സഫലമാകുമല്ലോ. അവന്റെ മുഖത്ത് എപ്പോഴും സന്തോഷത്തിന്റെ ചിരി കാണുമല്ലോ, എനിക്കത് മതി. അതങ്ങനല്ലമ്മേ. നോക്ക്, ഈ പരദൂഷണം ഇവിടെ നിർത്ത്. ദത്ത് സ്വീകരിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അവിടെ പോയി എന്തെങ്കിലും സഹായിക്കും. അങ്ങനെയാണെങ്കിൽ നിനക്ക് കുറച്ച് പുണ്യമെങ്കിലും കിട്ടും. ചെന്ന് സഹായിക്കും. ദിഗ്വിജയ, മുഹൂർത്തത്തിന് സമയമായിരിക്കുന്നു. ദത്തെടുക്കാനുള്ള പയ്യനെ കൂട്ടിക്കൊണ്ടുവരാൻ പറയൂ. ആയിക്കോട്ടെ ഗുരുക്കളെ. ത്രിവിക്രമ, ത്രിവിക്രമ, ഡാഡി പോയി തൃശ്ശൂലിനെ കൂട്ടിക്കൊണ്ടുവാ. ശരി ഡാഡി.
अस्या पूर्वच्छरता एवं गुणांशनाशिष्टाया अस्यां शब्दंतरे भगवदाग्नेया भगवतो कुलदेवता इष्टदेवता आराध्य देवता प्रत्यत्यमानगस्य गोत्रोर्भवस्य मौन भार्गवसा मौन भार्गवस्य गोत्रोर्भवस्य नाम देस्या दिग्विजय नाम देस्या जन्म नक्षत्रो जन्मराशो जाताया सा धर्मकांताया दमयंती नाम नियतिमानगस्य गोत्रोर्भवस्य काश्यप गोत्रोर्भवस्य नाम देस्या त्रिशूल नाम देस्या नंदीश नाम देस्या मधुमती नाम नेहे अस्य यजमानस्य सुपुत्रस्य തീർത്തും ഇരു കൈകളിലും ചേർത്തൊഴിയുക. सावधाना श्री लक्ष्मी नारायण अयम मुहूर्तो शुभ मुहूर्तो स्वस्ति नगृह्णन्तु तदास्तु. അച്ഛന്റെ അമ്മയുടെ കാലിൽ വീണ് നമസ്കാരം. ദിഗ്വിജയനാണെന്നെ സാക്ഷാൽ അച്ഛൻ. അപ്പോൾ അച്ഛ എന്ന് വിളിക്കുന്ന ഒരു ചടങ്ങുണ്ട്. വിളിക്കുമോനെ അച്ഛന്ന്.